അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിൽ ഞാൻ ഓൾഡ് ഗോവയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എൻ്റെ കൂടെ അഞ്ജനയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആഷ്നയുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെയാണ് വന്നത്. കോളേജിലെ കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഗോവയിലെത്തിയത്. അപ്പം ഇനി 1-2 ദിവസം ഇവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മൾ വേറെ 2-3 സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള 2-3 ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, പിന്നെ അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയാണ് വന്നത്. നമ്മൾ രാവിലെ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ബാഗ് സേഫാക്കി ഒരിടത്ത് വെച്ച്, എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് ഈ ഓൾഡ് ഗോവയിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾഡ് ഗോവയിലെ ചർച്ച് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഈ സി കത്തീഡ്രൽ, അങ്ങനെ 3-4 ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ചർച്ച് കാര്യങ്ങൾ പിന്നെ ഈ ഓൾഡ് ഗോവയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ ഒരു ചർച്ച് കോംപ്ലക്സിൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്താണ് വന്ന് ബസ് ഇറങ്ങിയത്. അപ്പോൾ ആ ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മഡ്ഗോവയിൽ നിന്ന് കയറിയിട്ട് അത് നേരെ ബസ് ഫെയർ വരുന്നത് അവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ ഒരു 10 റുപ്പീസ് പെർ പേഴ്സൺ വന്ന്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 50 റുപ്പീസ് വന്ന്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു റെയിൽവേ ഉള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ അത് എപ്പോഴും ട്രെയിൻ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ബസ് കയറി വന്നത്. അപ്പം ഇതാണ് ആ ഒരു ചർച്ച് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് 2 ചർച്ചുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ. ഇതൊക്കെ പണ്ട് പോർച്ചുഗീസുകാർ ഈ ഗോവയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ കുറേ ചർച്ചുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ചർച്ചിലും കയറാം, എന്നിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെയിൻ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഇതിന് ഉള്ളിൽ കയറിയിട്ട് പറയാം. ഇതാണ് ചർച്ച് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്നത്. ഈ ഒരു ചർച്ചാണ്. ഇതാണ് നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് എൻട്രൻസ് കയറി വന്നത്. ഇവിടെ ചുറ്റാകെ ഇതുപോലെ പാർക്ക് കാര്യങ്ങളാണ്. അപ്പോൾ അതുവഴി നമ്മൾ കയറി വരുമ്പോൾ നേരെ ആദ്യം ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ ഒരു ചർച്ച് ഓഫ് അസീസി എന്ന് പറയുന്ന ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു കോംപ്ലക്സിൽ 3 ചർച്ചാണുള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്തും, പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടും, പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടുമാണ് 3 ചർച്ചാണുള്ളത്. 3 ഡയറക്ഷനിൽ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. 3 ആ ഒരു പോർച്ചുഗീസുകാർ ഓരോ റീസണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചർച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സി കത്തീഡ്രലാണെന്നുണ്ടെങ്കിൽ അവർ ഒരു വിക്ടറി എന്നുള്ള പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചർച്ചാണ്. അതുപോലെ ഇതിന് ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട്. അപ്പം ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന ആ ഒരു ചർച്ച് എന്ന് പറയുന്ന ഈ ഒരു ചർച്ചാണ്. അതുപോലെ ഈ ഒരു 3 ചർച്ചുകൾ ഇതെല്ലാം പണിതേക്കുന്നത് ഒരു 1600 ആ ഒരു ടൈമുകളിലാണ്. ഇപ്പം ഈ സെൻറ്റ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുമ്പോൾ ഈ ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 1661 ആ ഒരു ടൈമിലാണ് ഈ ഒരു ചർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള സി കത്തീഡ്രൽ എന്ന് പറയുന്ന ആ ഒരു ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 1619 ഉണ്ടാക്കിയിട്ടുള്ളത്. ചർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അടുത്ത വേറൊരു ചർച്ചുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ചർച്ച് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്തൊരു ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്താണുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ദ ചാപ്പൽ ഓഫ് സെൻറ്റ് കാതറിൻ എന്ന് പറയുന്ന ചർച്ചാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വന്നത്. ഈ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ആ ഒരു ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് ആ ചർച്ച ഇരിക്കുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോവാം. ഇതെല്ലാം ഇവിടെ മുമ്പുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ യൂസ് ചെയ്തിട്ടുള്ള മറ്റേ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഈ ഒരു വെളിയിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മറ്റേ ക്യാനോണും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു പൗഡർ ഫാക്ടറിയിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഈ കാണിച്ചേക്കുന്ന എല്ലാം അവർ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളാണ്. ഇത് കണ്ടില്ല, ഇതിനകത്തൊക്കെ എഴുതിയേക്കുന്നില്ല 1661 to 1662 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഫുള്ള് പോർച്ചുഗീസുകാർ ഈ ഒരു മേഖല കൂടുതലായിട്ടും കൈയേറിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇതെല്ലാം ഈ ഒരു ചർച്ച്, ഈ ഒരു 3 ചർച്ചും ഈ ഒരു കോംപ്ലക്സ് ഫുള്ളും 1600 ആ ഒരു ടൈമുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഇവിടെ അവർ യൂസ് ചെയ്ത ഓരോ സംഭവങ്ങൾ, അവർ യൂസ് ചെയ്ത ഓരോ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, മിൽ സ്റ്റോൺസ് ഓഫ് ഗൺ പൗഡർ ഫാക്ടറി. ആ ഒരു ഗൺ പൗഡർ ഫാക്ടറിയിൽ യൂസ് ചെയ്തിട്ടുള്ള മെഷീൻസാണ് ഇതാണ്ട് ഈ കാണുന്നതെല്ലാം. ഇനി നമുക്ക് ഈ ഒരു ചർച്ചിലോട്ട് ഇറങ്ങിച്ചെല്ലാം.
ചർച്ചിലേക്കാൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചർച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 1510 ആ ഒരു ടൈമിലുണ്ടാക്കിയ ചർച്ചാണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചർച്ചാണ്. നമ്മളിപ്പം ആ സീ കത്തീഡ്രലിനെയും പിന്നെ അതുപോലെ തന്നെ ആ സെൻറ്റ് ഫ്രാൻസിസ് അസീസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, അതിനേക്കാളും ഒരുപാട് പഴക്കമുള്ള ചർച്ചാണിത്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മറ്റേതെല്ലാം ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയിട്ട് പുറത്ത് വൈറ്റ് പോളിഷ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതും സെയിം അതുപോലെ തന്നെ, പക്ഷേ ഇതിൽ ആ ഒരു പഴക്കം ഫീൽ ചെയ്യിക്കുന്നുണ്ട്. കുറേയൊക്കെ ലാറ്ററൈറ്റ് സ്റ്റോൺ, ഇപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ലാറ്ററൈറ്റ് സ്റ്റോൺ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്, പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യാണ്ട്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഈ ഒരു കുറച്ച് പോർഷനിൽ മാത്രമാണ് ആകെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത്, ബാക്കി ഈ സൈഡിലൊന്നും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് ആ ഒരു പഴക്കം മനസ്സിലാവും. അത്രയും വർഷപ്പഴക്കം ഇതിനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി രണ്ടെണ്ണത്തിനേക്കാളും ഒരുപാട് ഓൾഡായിട്ടുള്ളതാണിത്. ഇപ്പം ഇതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്കാണെങ്കിൽ അകത്ത് കാണിച്ചറിയാം ഇതിനകത്ത് എന്താണെന്നുള്ളത്. മുമ്പ് ചർച്ചായിട്ട് അവർ യൂസ് ചെയ്തിരുന്നതാണ്, ഇപ്പം അവർ യൂസ് ചെയ്യുന്നതൊന്നുമില്ല. പക്ഷേ ആ ഒരു ആൾത്താരെയും അതെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി വേറെ ഫർണിച്ചറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി അകത്ത് ഇപ്പോൾ ആ ഒരു ക്രൈസ്റ്റിനെ വെക്കുന്ന ആ ഒരു സ്പേസും ആ ഒരു ആൾത്താരെയൊക്കെ കണ്ടോ, ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെ ഫുള്ള് ആ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിലാണ് ആ ഒരു ഭാഗവും ഈ സൈഡിൽ പില്ലറും എല്ലാം ഫുള്ള് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതാണ് ആ ഒരു സീ കത്തീഡ്രൽ എന്ന് പറയുന്ന, അതാണ് ഇത്. ഈ ചർച്ച് ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ ചർച്ച് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് മറ്റേ ഈ പള്ളിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളില്ലേ, മറ്റേ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇപ്പോൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് ക്യാമറയൊന്നും അലൗഡല്ല, ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് സീ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 1619 നിർമ്മിച്ചൊരു ചർച്ചാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ആർമിയെ പോർച്ചുഗീസ് ആർമി തോൽപ്പിച്ചിട്ട് ആ ഒരു വിക്ടറി ഇതാക്കിക്കൊണ്ട് പോർച്ചുഗീസുകാർ അന്നത്തെ സമയത്ത് കെട്ടിയതാണ്. ഇതിൻ്റെ പണി കഴിഞ്ഞത് 1619 ഈ ഒരു ഫൈറ്റ് നടന്നത്, ആ ഒരു തമ്മിലൊരു വാറ് നടന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 1510 ആ ഒരു ടൈമിലാണ്. എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഓഫ് ഗോവ കീഴടക്കാൻ വേണ്ടിയിട്ട് വന്ന മുസ്ലിം ഇവരുടെ തോൽപ്പിച്ചുകൊണ്ട് വിക്ടറി എടുത്ത പോർച്ചുഗീസുകാർ അവരുടെ ഒരു വിക്ടറി സൈനായിട്ട് നിർമ്മിച്ച ഒരു ചർച്ചാണ് ഈ ഒരു സീ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു ചർച്ച എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിപ്പം സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് ആണ്, അകത്ത് പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു ചർച്ചിന് തന്നെ ഉണ്ടല്ലോ, ഈ ഒരു ചർച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ടവർ ഉണ്ടല്ലേ, അതിവിടെ ഇല്ല. അതെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീട് 1700 സംതിങ്ങിലോ 800 സംതിങ്ങിലോ അത് പിന്നെ കൊളാപ്സായി പോയതാണ്. ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ ആ ഒരു സംഭവം, ഈ ഒരു സൈഡിലില്ലാത്തത് കണ്ടോ, അതുപോലെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് കൊളാപ്സായി പോയതാണ്. പിന്നീട് വർഷപ്പഴക്കം വന്നിട്ട് കൊളാപ്സായി പോയതാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരു 400 വർഷത്തോളം പഴക്കമില്ലേ. ഇപ്പോൾ 2024 നിൽക്കുന്നത്, ഇതൊരു 1600 സംതിങ്ങിലാണ് ഉണ്ടാക്കിയത്. ഒരു 400 പ്ലസ് വർഷം പഴക്കമുള്ളൊരു ചർച്ചാണിത്. അപ്പോഴത്തേക്ക് അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇപ്പോഴും മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സീ കത്തീഡ്രലിൻ്റെ മെയിൻ്റെനൻസ് ആണ് ആ സൈഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ആണ്. കാരണം ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. ഇതാണ് സീ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ 3 ചർച്ചുകളാണ് ഈ ഒരു കോംപ്ലക്സിനകത്തുള്ളത്. പിന്നെ ചുറ്റാകെ ഇതുപോലെ നമുക്ക് പാർക്ക് ഏരിയ ഉണ്ട്, ചുറ്റാകെ നമുക്ക് ഇരിക്കാനുള്ള തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര വെയിലാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പോലും എൻ്റെ ഫേസൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഈ ഒരു വൈറ്റ് ഇത് ആയതുകൊണ്ടാണ് ആ ഒരു ചർച്ച നല്ലോണം എടുത്ത് കിട്ടുന്നത്. ബാക്കി ഭയങ്കര വെയിൽ കാര്യങ്ങളുണ്ട്, ഡയറക്റ്റ് ഫേസിലോട്ട് അടിക്കുന്നുണ്ട്, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഈ 3 ചർച്ചുകളും നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം നേരിട്ട് വന്ന് കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്. നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമുക്ക് ഈ തണലത്ത് ഇറങ്ങിയിരിക്കാം. ഭയങ്കര വെയിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നിറങ്ങി പോകുന്നുണ്ട്, പക്ഷേ ഭയങ്കര ചൂട് കാരണം എല്ലാവരും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി എപ്പോഴേ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ചൂടാണ് ഇവിടെ, നല്ല ചൂട് ക്ലൈമറ്റ്. പിന്നെ രാത്രിയും അത്യാവശ്യം നമ്മൾ രാവിലെ വന്ന ടൈമിലൊക്കെ ഇരുന്നെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. ട്രെയിനിലൊക്കെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ബസ്സിലൊക്കെ ഇരുന്നപ്പോഴത്തേക്കൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ വേറെ തൊപ്പി കുടയൊന്നും എടുത്തതുമില്ല. അപ്പോൾ ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കയറിയ ഒരു ചർച്ച് കോംപ്ലക്സ്. ഇതാണ് ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ചർച്ച്. ഇതെന്ന് പറയുമ്പോൾ ബോം ജീസസ് ചർച്ചാണ്. അപ്പോൾ അവിടെ കയറാനായിട്ടുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഇതിനകത്ത്, കാരണം നല്ല ക്യൂവും തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് ചുറ്റാകെ ഒന്ന് കാണാം, എന്നിട്ട് കയറാൻ പറ്റുന്നുണ്ട്. തിരക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ നോക്കാം.
ഇതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്നത്. ആ ഫുള്ള് സണ്ണടിക്കുന്നതാണ്, ആ വെയിറ്റ് അടിക്കുന്നതാണ്. നല്ലോണം ചർച്ച് കാണാൻ പറ്റുന്നില്ല, വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇതാണ് ആ ഒരു ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കയറിയ കോംപ്ലക്സ്, ആ ഒരു ചർച്ചിൻ്റെ കോംപ്ലക്സ് ആയിരുന്നു, അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണിത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കൺസ്ട്രക്ട് ചെയ്തത് 1597 കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് 1605 ആ ടൈമിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്നത്. അത്രയും ഓൾഡായിട്ടുള്ള ചർച്ചാണ്, 400 വർഷം പഴക്കമുള്ളൊരു ചർച്ചാണിത്. ഫുള്ള് ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ചിട്ട്. ഇപ്പം ആ ഒരു ചർച്ചും അതെല്ലാം ലാറ്ററൈറ്റ് സ്റ്റോണാണ്, പക്ഷേ അതിൽ പുറമെ വൈറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതൊന്നും ചെയ്തിട്ടില്ല. ഫുൾ ആ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണെല്ലാം എടുത്ത് കാണിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു ഫുൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സംഭവം കാണാൻ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് കയറാനാണെങ്കിൽ ഒരുപാട് ക്യൂ ഉണ്ട്, ഭയങ്കര ക്യൂ ഉണ്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പം കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത് കാരണം പിന്നെ നമ്മൾ കയറുന്നില്ല. കാരണം അങ്ങ് ആ ഗേറ്റിൻ്റെ എൻട്രി തൊട്ട് ഫുള്ള് ക്യൂ നിൽക്കണം ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ആ ചർച്ചിനകത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ ഭയങ്കര വെയിൽ കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കണം. കാരണം ഭയങ്കര വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചൂട് കയറുന്നുണ്ട്. പിന്നെ സൺബേണൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂട് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് എന്തെങ്കിലും കയറാം. भैया ഇവിടെ ഫുൾ ഇതുപോലത്തെ കടയാണ്. ഇവിടെ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ചർച്ചിൻ്റെ ഇവിടെ നിന്ന് വന്നത്. അവിടെ ഇതുപോലത്തെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഷോപ്പിങ്ങിൻ്റെ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തും അതുപോലെ ഷോപ്പിങ്ങിൻ്റെ കോംപ്ലക്സാണ്. അതുകൊണ്ട് ഈ സൈഡിലെല്ലാം ഇതുപോലത്തെ ഷോപ്പിങ്ങിനുള്ളൊരു ചെറിയ സ്ട്രീറ്റ് പോലെ. അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം ബാഗ് അങ്ങനെയൊക്കെ. മിക്സ് ചെയ്തുള്ളതാണ്. चाट मसाला नहीं 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 काला खट्टा है, मैंगो है, ऑरेंज है, स्ट्रॉबेरी है, रोज